നാരായണേ നമഃ. ഇപ്പോൾ നമ്മുടെ ത്രിപുരാശ്രമത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് വളരെ സംക്ഷിപ്തമായിട്ടൊന്ന് പറയുകയാണ്. നമ്മുടെ ത്രിപുരാശ്രമത്തിൻ്റെ ലക്ഷ്യം ലളിതവും അതുപോലെ മഹത്വപൂർണവും ആയതാണ്. ത്രിപുരാശ്രമത്തിൻ്റെ ലക്ഷ്യം സനാതനധർമ്മത്തിൽ അന്തർഭവിച്ച മൂല്യങ്ങളുടെ പുനഃസ്ഥാപനമാകുന്നു. സനാതനധർമ്മങ്ങളിൽ അന്തർഭവിച്ച മൂല്യങ്ങളാകുന്ന ധർമ്മസാധനകൾ ജപം, പൂജ, യാഗം, ധ്യാനം എന്നിവയാകുന്നു. അവയെ പോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് ത്രിപുരാശ്രമം ലക്ഷ്യമാക്കുന്നത്. ഈ സനാതന മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ സംസ്കാരം, സമ്പത്ത്, അധികാരം ഇവ അത്യാവശ്യമാകുന്നു. സമ്പത്ത്, സംസ്കാരം, അധികാരം ഇവയേക്കാളെല്ലാം ഉപരിയായിട്ട് വിവേകവും ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ ഇവയൊന്നുമില്ലെങ്കിലും ഗുരുവാക്യത്തിലെ അചഞ്ചലമായ വിശ്വാസമെങ്കിലും ഉണ്ടായിരിക്കണം. കാരണം ഗുരു പറയുന്നത് കുടുംബം, കുലം, സമൂഹം, ദേശം, രാഷ്ട്രം ഇവയുടെ സമഗ്രമായ നന്മയ്ക്ക് ആവശ്യമായ ആശയങ്ങളാണ്. ഈ ഒരു തിരിച്ചറിവെങ്കിലും ദീക്ഷിതർക്കെങ്കിലും പ്രത്യേകിച്ചും ഉണ്ടായിരിക്കണം. ഇനി നമ്മുടെ ആശ്രമത്തിൻ്റെ പ്രവർത്തന വിഷയം പറയാം. മാസത്തിലൊരിക്കലെങ്കിലും പൗർണമി ദിവസം ദീക്ഷിതര് പങ്കെടുക്കുന്ന യോഗക്ഷേമ പൂജയും ധർമ്മസംഭാഷണവും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതിൽ പങ്കെടുക്കാൻ പരമാവധി കഴിയുന്നവർ പങ്കെടുക്കുക. അല്ലാത്ത ദിവസങ്ങളിൽ ദീക്ഷിതരായവരുടെ ബന്ധുമിത്രങ്ങളും അവരുടെ മറ്ററിവിലുള്ള കുടുംബങ്ങളിലെ വിശേഷ ദിവസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആശ്രമത്തിൽ ഇതേ വഴിപാടുകൾ അവർക്ക് തുടരാവുന്നതാണ്. അങ്ങനെ വരുന്ന ആ ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് അന്നദാനം, ദക്ഷിണ മുതലായവ സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകുന്നതാണ്. പിന്നീട് അവർ ഈ പൂജയ്ക്ക് ശേഷം അന്നദാനം, ഭക്ഷണമെല്ലാം സേവിച്ചതിന് ശേഷം അവർ ഇരിക്കുമ്പോൾ അവരുടെ ശാരീരിക, മാനസിക, സാമ്പത്തിക പ്രശ്നങ്ങൾ ഗുരുവിനോട് തുറന്നു പറയുമ്പോൾ അവയ്ക്ക് അനുയോജ്യമായ മാർഗങ്ങൾ ആശ്രമത്തിലെ ഗുരു വ്യക്തമാക്കി തരും. അതോടൊപ്പം ഒരു സനാതന ധർമ്മ വിശ്വാസി എപ്രകാരം ധർമ്മം ആചരിക്കണം എന്ന അവബോധവും പകർന്നു തരും. അതിനെ തുടരുമ്പോൾ തീർച്ചയായും എല്ലാവർക്കും നല്ലത് വരണം എന്ന നമ്മുടെ സനാതനമായ ധർമ്മം അതിൻ്റെ പുനഃസ്ഥാപനം പുഷ്ടി പ്രാപിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം, പ്രവർത്തിക്കണം എന്നറിയിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഈ അറിയിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.